കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർ ഇവിടെ വരാതിരുന്ന വരുമ്പോൾ നിങ്ങൾ മിണ്ടാത്തെ കണ്ണു തുറക്കൂ അധികാരികളെ. ഐക്യദാർഢ്യം ഐക്യദാർഢ്യം അനുവദിക്കൂ അധികാരികളെ. മണ്ണിടിഞ്ഞ് വീഴുമ്പോഴും മുക്കാലി അണ്ടർപാസ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. എന്തേ നിങ്ങൾ കണ്ണു തുറക്കാൻ ബിംബം പോലെ പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. രൂപം മാറും ഭാവം മാറും. രൂപം മാറും ഭാവം മാറും. സമരത്തിന്റെ രൂപം മാറും. സിന്ദാബാദ്. സമരത്തെ കുറിച്ച് ഡിവൈഎഫ്ഐ ആലോചിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇത് മഴക്കാലമാണ് എന്നതറിഞ്ഞിട്ട് പോലും ഈ സൈഡിലെ വാൾവ് മണ്ണിടിച്ചൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാൾവിന്റെ നിർമ്മാണം ഈ കമ്പനി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇന്നലെ നടന്നിട്ടുള്ള അപകടം. ഈ അപകടത്തിന്റെ ഭാഗമായി ഒരുപാട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്കൊക്കെ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ ഇവിടെയുള്ള പാർലമെന്റ് MP പറഞ്ഞിട്ടുണ്ട്. ഇവിടെ MP വന്നിട്ടുണ്ട്. കണ്ട റീലോളികളെയൊന്നും പാർലമെന്റ് നേതൃത്വമായി മാറിക്കഴിഞ്ഞാൽ ഈ നാട് ഇങ്ങനെ ഇരിക്കും എന്നതിന്റെ പരിണിത ഫലമാണ് ഇന്നലെ ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ മാറി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് മാന്യമായ കോമ്പൻസേഷൻ വാടക ഉൾപ്പെടെ നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു MP ആണ്. ഈ നിമിഷം വരെ ഇവിടെ MP വന്നിട്ടില്ല. അതുകൊണ്ടാണ് സഖാക്കളെ ഈ നാടിന് വേണ്ടി, ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ ഈ റോഡ് വിരോധം നടത്തുന്നത്. ഇനിയും സമരത്തിൽ ഈ രീതിയിലുള്ള നിലപാടാണ് NHIയും ഇവിടെയുള്ള പാർലമെന്റ് ആളുകളും നീങ്ങുന്നതെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ഈ രൂപവും ഭാവവും മാറുമ്പോൾ ഡിവൈഎഫ്ഐയെ കുറ്റം പറയാൻ പാടില്ല. അതുമാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ സമരത്തിന്റെ ഭാഗമായ മുഴുവൻ സഖാക്കളെയും ചോമ്പാല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിൽ
നിരവധിയായിട്ട് റോഡ് വീടുകളാണ് തകരാറിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അധികാരികളെ വളരെ കൃത്യമായ പോരാട്ടത്തെ ഓക്കെ. മുക്കാളി നാഷണൽ ഹൈവേയിൽ ഇന്നലെ രാത്രി നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന ഈ മുക്കാളി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വളരെ അപകടകരമായ രൂപത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള കോൺക്രീറ്റ് ചെയ്ത സ്ലാബിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ തെറിച്ച് ഈ ഹൈവേ ഓരത്ത് വലിയ അപകടകരമായ നിലയിലേക്ക് ഹൈവേ ഓരത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ മുക്കാളി ഭാഗത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് DYFI മറ്റ് സംവിധാനങ്ങളൊക്കെ അധികാരികൾ വളരെ കൃത്യമായി ശാസ്ത്രീയപരമായ രൂപത്തിലോട്ട് മണ്ണിടിച്ചിൽ ഉണ്ടാകാത്ത രൂപത്തിലോട്ട് ഇവിടെ കോൺക്രീറ്റും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ അപകടകരമായ രൂപത്തിലോട്ട് മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അവിടെ 3ഓളം വീടുകളുണ്ട്. അപകടകരമായ നിലയിൽ 3ഓളം വീടുകളുണ്ട്. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് സ്ഥലം MP അവിടെ പോയി ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വടകരയുടെ MP ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാഗ്ദാനങ്ങൾ നൽകി പോകുക എന്നല്ലാതെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വടകര MLA യോ അതേപോലെ തന്നെ MP യോ ശാസ്ത്രീയപരമായി ഇവിടെയുള്ള മണ്ണിടിച്ചിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഇടപെടൽ നടത്താത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ മഴയിൽ വലിയ അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. ആ വീട് ഏത് സമയത്തും നിലംപതിക്കുമെന്ന രൂപത്തിലാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ആ വാഹനം കടന്നു പോകുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടായിക്കൊണ്ട് നിരവധി വലിയ അപകടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന രൂപത്തിലാണ് നിലവിലെ സ്ഥിതി ഉണ്ടായിട്ടത്. അധികാരികൾ എന്ന നിലയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ അതേപോലെ തന്നെ ജില്ലാ കളക്ടറോ ഈ ഒരു സമയം വരെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അപകടം നടക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ നിരന്തരം അപകടം നടക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ വന്ന് നോക്കാനോ സന്ദർശിക്കാനോ തയ്യാറായിട്ടില്ല. അധികാരികളുടെ ഈ നിലപാടിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ഈ പ്രദേശത്തിനകത്ത് ഉണ്ടാകുന്നത്. വളരെ അടിയന്തരമായി ഈ മുക്കാളി ഭാഗത്തുള്ള മണ്ണിടിച്ചിൽ പരിഹരിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് നിലവിൽ എന്നും മണ്ണിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അപകടമില്ലാത്ത രൂപത്തിലോട്ട് അതേപോലെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന കരാർ കമ്പനിക്കാർ ഇന്നേ വരെ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. വളരെ അടിയന്തരമായി ഇവിടെയുള്ള നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയും അതേപോലെ തന്നെ ഈ മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരമുണ്ടാകുന്ന ശാസ്ത്രീയപരമായ രൂപത്തിലോട്ടുള്ള നിർമ്മാണ വാള് സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അധികാരികൾ നൽകണമെന്നാണ് DYFIക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.